പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഏത് ശുശ്രൂഷയുടെ ആരംഭത്തിലും ദൈവം തിരയുന്നത് ഒരു മനുഷ്യനെയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനിലൂടെ ദൈവം തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ദുബായ് എന്ന സഭ ഒരു മനുഷ്യൻ്റെ ദർശനത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ആ അനുഗ്രഹിക്കപ്പെട്ട സഭ ഉടലെടുക്കാനും ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ 200-ലധികം പേരുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി തീരാനും ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനുണ്ട്, ഒരു കുടുംബമുണ്ട്. അത് വർഗീസ് ജോർജ് എന്ന പേരിൽ അറിയപ്പെടുന്ന, ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന തമ്പാച്ചായൻ്റെ കുടുംബമാണ്. 1973, ഇന്നേക്ക് 52 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദുബായിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ഒത്തിരി കെട്ടിട സമുച്ചയങ്ങൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. പക്ഷേ 52 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിയിൽ ഊഷര മരുഭൂമി ആയിരിക്കുന്ന സമയത്ത് ഈ ലാൻഡിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് കപ്പൽ വഴിയായി ഇവിടെ വന്ന പ്രിയ തമ്പാച്ചായൻ പിന്നീട് തൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഉടനീളം കർത്താവിനെ സ്നേഹിച്ചും കർത്താവിനെ ആരാധിച്ചും ഒത്തിരി പേരെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നേടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കുടുംബത്തോടൊപ്പം, ജോലിയോടൊപ്പം, ബിസിനസ്സിനോടൊപ്പം ദൈവം തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ദുബായ് എന്ന സഭ ഉടലെടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ചരിത്രം, ആ ദർശനത്തിൻ്റെ സാക്ഷാത്കാരം ഒക്കെയാണ് നമ്മൾ ഇതിലൂടെ കേൾക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ദൈവം നിയോഗിച്ച കുടുംബം ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അവരെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് അതൊന്ന് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തമ്പാച്ച, എൽസി ആൻറ്റി, ഈ മീറ്റിങ്ങിലേക്ക് പ്രത്യേക സ്വാഗതം. താങ്ക് യു. നമ്മൾ 1973 എന്ന് പറയപ്പെടുന്ന ആ ഒരു നമ്പർ ഇന്നേക്ക് 52 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ന് നമ്മൾ കാണുന്ന ദുബായി അല്ലാതിരിക്കുന്ന ഒരു 52 വർഷങ്ങൾക്കുമുള്ള ദുബായ്, തമ്പാച്ചാൻ ഈ രാജ്യത്തിലേക്ക് വരുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊന്ന് വിവരിക്കാമോ? എൻ്റെ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആണ് ഇവിടെ വരാൻ ഇടയായത്. പോലീസിലെ വലിയ ആളുടെ സ്റ്റെനോയായിരുന്നു പുള്ളി. ഞാൻ ഷിപ്പിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ട് പ്ലെയിനിൽ കയറാതെ ഷിപ്പിൽ വന്നപ്പോഴേ അദ്ദേഹം പോലീസിൻ്റെ ആളായതുകൊണ്ട് ഷിപ്പിനകത്ത് കയറി വന്ന് എന്നെ ഇറക്കിക്കൊണ്ട് വന്ന് ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ച്, അന്നത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഒരു 10 നില കെട്ടിടമാണ്. അതിനടുത്ത് ഇൻ്റർകോണ്ടിനൽ ഹോട്ടൽ വന്ന് 15 നില. അവിടെയാണ് എൻ്റെ ജോലിയുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി നോക്കിയപ്പോൾ ആദ്യം ഒരു ബ്രദറുകാരൻ ചർച്ചിലാണ് ഞാൻ പോയത്. പിന്നാണ് പെന്തക്കോസ്റ്റ് ചർച്ച് കണ്ടുപിടിച്ച് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് എന്ന UPF, അവിടെ ഇന്നത്തെ അബ്രോൺ ഇംഗ്ലീഷ് ഹൈസ്കൂള്, അന്ന് ഹൈസ്കൂളില്ല, ആ ഒരു ക്ലാസ് മുറിക്കകത്ത് ബെഞ്ചും ഡെസ്കും അവിടെ ഇരുന്നാണ് ഞങ്ങൾ പെന്തക്കോസ്റ്റുകാർ, CPM വരെ ഒന്നിച്ചിരുന്ന് ആരാധിച്ചത്. പിന്നാണ് വളർന്ന് TPM പ്രത്യേകമായി, IPC പ്രത്യേകമായി, പിന്നെ ഇതും അങ്ങനെ തന്നെ ഉണ്ട്. 80 ആയപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത്, ചർച്ചകൾ ഒത്തിരി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ 3 മാസം പ്രാർത്ഥിച്ച് ചർച്ചകൾ ആരംഭിച്ചു. ഒരു പ്രത്യേക ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് പ്രയാസമുള്ള ബാച്ചിലേഴ്സിനെയൊക്കെ അവിടെ താമസിപ്പിച്ച് ആ ഹോള് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. പിന്നെയും വളർന്നുള്ള ചിന്തയിലാണ് 2005 ഈ ഇപ്പോഴത്തെ സഭ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീട്ടിൽ, അത് ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ കൂടെ വേറെ ആരുമില്ല, സെൽഫ് ഇനിഷ്യേറ്റീവിൽ ക്യാമ്പുകളിൽ പോയിട്ട് ജബലാൽ മുതൽ അജ്മാൻ വരെ ഉള്ള ആൾക്കാരെ പിക്കപ്പ് ചെയ്തിട്ട് ഞാനും മോനും കൂടെ എല്ലാവർക്കും ആരാധന കഴിഞ്ഞൊരു ഫുഡും കൊടുത്താണ് വിടുന്നത്. അച്ഛന് അങ്ങനൊരു ദർശനം, ചർച്ച് ഓഫ് ഗോഡ് ഒരുമിച്ചൊന്ന് കൂടണമെന്നൊരു ആഗ്രഹം വന്നതിന് ശേഷം
അച്ഛൻ്റെ കൂടെ ആരൊക്കെയാണ് കൂടെ നിന്ന് ഇതിനെ ഒന്ന് സപ്പോർട്ടീവായിട്ട് പ്രവർത്തിച്ചത്? 1980 അതെ അതെ 3 മാസം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ്. അതെ. ആരൊക്കെയാണ് അവരുടെ പേരുകളൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്? ഒന്ന് കെ ജോണ്, ഓക്കെ. ഒന്ന് മെക്ഡമോട്ട്, ഇവരുടെ പേരെന്തോ മാത്യു, പിന്നെ നമ്മുടെ വാഗത്താനത്തുള്ള തങ്കവൻ ബ്രദറെ, പിന്നെ ഞാൻ. അങ്ങനെ ഞങ്ങൾ 4 പേരായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ദുബായിൽ അന്ന് ചർച്ച സഭയില്ല. ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ. എനിക്ക് തോന്നുന്നു UAE ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല അല്ലേ? ഇല്ലില്ല. അന്നേരം UAE ആദ്യത്തെ ചർച്ച ആരാധന ഒരുപക്ഷെ സഭ സ്ഥാപിതമാക്കുന്നത് നിങ്ങൾ ചേർന്ന്. അതെ അതെ അല്ലേ? അപ്പോൾ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നീട് എപ്പോഴാണ് അതൊന്ന് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ ഇടയായത്? അത് ഡേ ബൈ ഡേ വർദ്ധിച്ചുകൊണ്ടിരുന്നു. കാരണം കംപ്ലീറ്റ് ഷാർജയിലും ദുബൈയിലുള്ള ചർച്ച കൂടുകാരെ മുഴുവൻ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഓക്കെ. ഇൻക്ലൂഡിങ് ഇപ്പോഴത്തെ ഓവർസിയർ കെയോമാത്തിനെ വരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. ഓക്കെ. ഷാർജയിൽ നിന്ന് അവരിവിടെ വന്ന് നമ്മുടെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. പിന്നീടാണ് എക്സ്പാൻഷനിലേക്ക് പോയിട്ട് ഷാർജയിൽ അജ്മാനിൽ. നമുക്ക് 1980 നമ്മൾ ഇങ്ങനൊരു സഭ തുടങ്ങി. ആ സഭ ദൈവകൃപയാൽ വളരാൻ തുടങ്ങി. പിന്നീട് എപ്പോഴായിരുന്നു അച്ഛൻ പറഞ്ഞു 2005 ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ദുബായ് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു സഭ ഉടലെടുത്തു? അതിൻ്റെ പിന്നിൽ ദൈവം നൽകിയ പ്രചോദനം എന്തായിരുന്നു? അല്ലെങ്കിൽ ദൈവം അങ്ങനെയൊരു ദർശനം തരാനുള്ള കാരണവും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? ആത്മാക്കളെ നേടുക എന്നുള്ള ഒരു പ്രോസ്പെക്ട്സ് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട്. ഞാൻ 80 തുടങ്ങിയ ചർച്ചിൽ കൂടിക്കൊണ്ട് നടക്കുമ്പോഴും എൻ്റെ കമ്പനിയിൽ ഞാൻ ഒരു ദിവസം മീറ്റിംഗ് ഒക്കെ വരുന്നു. റാസൽ ഖോറിൽ. അത് കഴിഞ്ഞ് അൽക്കോസിൽ എൻ്റെ ഓഫീസ് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പ്രെയർ റൂം ഉണ്ടാക്കിയിട്ട് നമ്മുടെ പിന്നെ വേറെ ഏജിക്കാർക്ക് മറ്റുള്ളവർക്കൊക്കെ നമ്മൾ കൊടുത്തു ഫ്രീ ആയിട്ട്. കാരണം സഭ ഉണ്ടാകട്ടെ, വളരെ ആത്മാക്കൾ വരണം എന്നുള്ള ഒറ്റ ചിന്തയല്ല, വേറൊന്നുമില്ല. പിന്നെ നമ്മൾ ഐ ആം ഫ്രം എ ചർച്ച് ഓഫ് ഗോഡ്, സോ ഐ വോണ്ട് ടു കീപ് ഇറ്റ് അപ്പ് ആസ് ഇറ്റ് ഈസ്. ഗുഡ്. ചർച്ച് ഓഫ് ഗോഡ് ഇവിടൊന്നും ഒരു പരിപാടിയില്ല. ഓക്കെ. ദൈവസഭയുടെ പേരെന്ന് പറയുക. പിന്നെ രണ്ടാമത്തെ കാര്യം, അന്നത്തെ ഓവർസിയറിന് MC ചാക്കോയെ ഇവിടെ കൊണ്ടുവന്നു. കാനവച്ചനെ ആദ്യമായിട്ട് ഞാനാണ് കൊണ്ടുവന്നത്. ആ കാനവച്ചൻ്റെ സമയത്താണ് ടെൻഡി ചർച്ചിലെ ആ ചർച്ചിനകത്ത് പിന്നെ മീറ്റിംഗ് നടത്തി. ആദ്യമായിട്ടാണ് അച്ഛൻ്റെ സമയത്താണ് ഇങ്ങനൊരു. അന്ന് അധികം പാസ്റ്റർമാർ വരില്ല. അബുദാബിയിൽ നിന്ന് ആൾക്കാർ വന്ന് അച്ഛനെ കൊണ്ടുപോയത് മീറ്റിങ്ങിനെ അവർ കൊണ്ടുപോയത്. അന്നേരം ഈ 2005 ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ദുബായ് എന്ന സഭ ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ ആരംഭിക്കുമ്പോൾ അച്ഛനും ആൻറ്റിയും നിങ്ങൾ അനുഭവിച്ച തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സഭ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി ആരംഭിക്കാൻ ദൈവം ദർശനം തരുന്നു, അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അനുഭവിച്ച പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ ടൈം അവൈലബിലിറ്റി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. കാശൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് നല്ല ബിസിനസ്സുണ്ട്, പുള്ളിക്കാരത്തേക്ക് പോലീസിൽ നല്ല ജോലിയുണ്ട്, ടോപ്പ് റാങ്കിങ്ങിലാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. നത്തിങ്, നോ പ്രോബ്ലം. ഞങ്ങളുടെ വീട്ടിൽ 3 പാസ്റ്റർമാർ വരെ താമസിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഒരേ സമയത്ത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലെങ്കിലും ഒരു പക്ഷേ ഈ UAE പോലൊരു രാജ്യത്ത് മിക്കവാറും ആരംഭകാലത്തിൽ ബാച്ചിലേഴ്സ് ആയിരിക്കുമല്ലോ കൂടുതൽ. അതെ അതെ. അപ്പം അവരെ കളക്ട് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ദൂരദേശത്തായിരിക്കുന്ന അവർക്ക് അന്ന് അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് തമ്പാച്ചാനും ആൻറ്റിയും ഈ അവരെ ഒന്ന് കളക്ട് ചെയ്യുന്നൊക്കെ മീറ്റ് ചെയ്തത്? കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോന് ലൈസൻസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ. ക്യാമ്പുകളിലെ പ്രവർത്തനത്തിൽ ക്യാമ്പിലെ ആൾക്കാരെ വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രാത്രി മുഴുവൻ പാട്ടും പാടി, മനസ്സിലായില്ലേ? അന്ന് എനിക്ക് ഓർഗനൊക്കെ വീട്ടിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. രാവിലെ ഫാസ്റ്റിംഗ് പ്രേയറിന് പോയി വൈകിട്ട് ആരാധനയും കഴിഞ്ഞിട്ടാണ് അവരെ നമ്മൾ കൊണ്ടുവിടുന്നത്. അതായത് അവർ വന്ന് വീട്ടിൽ തങ്ങുമായിരുന്നു. യെസ്. വൈകിട്ടത്തെ വ്യാഴാഴ്ച വൈകിട്ടത്തെ ഫുഡ്, രാവിലത്തെ ഫുഡ്, ഉച്ചക്കലത്തെ ഫുഡ്, വൈകിട്ടില്ല. ആരാധന കഴിഞ്ഞിട്ട് നേരെ
ക്യാപ്പിൽ കൊണ്ടുവിടുമായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ ആൻറ്റിയോടൊന്ന് ചോദിക്കട്ടെ, ആൻറ്റി ഈ പോലീസിൽ ആ ഒരു ഹൈ പോസ്റ്റിൽ അല്ലെങ്കിൽ വർഷങ്ങളായി, ഇപ്പം റിട്ടയർ ആകുമ്പോൾ എത്ര വർഷമായിരുന്നു പോലീസിൽ? 35 ഇയേഴ്സ്. 35 വർഷം ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയും കൂടെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനൊരു ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിന്ന് ആൻറ്റി എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തേ? അവിടെ ജോലി, തിരിച്ചിവിടെ വന്ന് ഈ പറഞ്ഞതുപോലെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് വന്ന് വീട്ടിൽ തങ്ങുന്നു. എങ്ങനെയായിരുന്നു ആൻറ്റിയെ സഹായിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ആൻറ്റി മാനേജ്? സഹായിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് വരും, ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിയും, വൈകിട്ട് അപ്പോഴേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ടത്തേക്കുള്ള ഫുഡിന്റെ കാര്യങ്ങൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അതൊന്നും അന്നൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒരാൾ കൂടുതൽ വരണം എന്നുള്ള ചിന്തയാണ് മനസ്സിലാവില്ല. പിന്നെ വൈകിട്ട് പ്രയർ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ചിലവര് ബാച്ചിലേഴ്സൊക്കെ ഇവിടെ കിടക്കും, ചിലർ പോവും. പോകുന്നവർക്ക് നമ്മള് ഫുഡൊക്കെ കൊടുത്തു വിടും. അങ്ങനെ അങ്ങ് അന്നൊന്നും ഇതൊരു പ്രയാസമായിട്ട് തോന്നിയില്ല നമുക്ക്. അതായത് ആ ദർശനത്തിന്റെ ഭാഗം നമ്മുടെ ഉള്ളത്തിലോട്ട് കയറിയപ്പോൾ നമ്മൾ മുന്നിൽ കണ്ട പ്രശ്നങ്ങളൊന്നും പ്രശ്നമല്ലാതെ ആയി. ഏതൊരു സഭയുടെയും വളർച്ചയുടെ പിന്നിൽ കുടുംബങ്ങൾ ഉണ്ടാവും, ബാച്ചിലേഴ്സ് ഉണ്ടാവും, സഹോദരിമാരെല്ലാം ഉണ്ടാവും. അന്നേരം ഈ സഹോദരിമാരുടെ ഒത്തൊരുമയ്ക്കെല്ലാം ആൻറ്റിയുടെ ഭാഗത്തു നിന്നൊരു പ്രത്യേക കൈത്താങ്ങൽ അവർക്കുണ്ടായി കാണുമല്ലോ. എങ്ങനെയാണ് സഹോദരിമാരെ ആൻറ്റി ഒന്ന് ലീഡ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്? സഹോദരിമാര് ഒരു ദിവസം പ്രയറിന് വന്നില്ലെങ്കിൽ ഞാൻ വിളിക്കും. വിളിച്ചിട്ട് അവർക്ക് ആർക്കെങ്കിലും അസുഖമോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ വേണ്ടുന്ന കൈത്താങ്ങൽ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും. പിന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കും. പിന്നെ അങ്ങനെ അവർക്കതൊരു സന്തോഷമായിരുന്നു. ഉണ്ടായിരുന്നതിൽ പ്രായം കൂടിയത് ഞാനായിരുന്നു. ഇപ്പോഴാ എൻ്റെ മോളുടെ പ്രായമുള്ളവരാ നമ്മുടെ ചർച്ചിലിപ്പം ഉള്ള എല്ലാവരും. അപ്പൊ അന്നത്തെ സ്നേഹം ഇപ്പോഴും എനിക്ക് അവരോട് എല്ലാവരും ഉണ്ട്. അവർക്ക് എന്നോടും അതുപോലെ തന്നെ തിരിച്ച് അന്നത്തെ സ്നേഹം ഇപ്പോഴും ഉണ്ട്. അതുകൂടാതെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് മെഡിസിന് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞാൽ ഈ ആത്മീയതയോടൊപ്പം തന്നെ അതെ മറ്റു കാര്യങ്ങളിൽ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു ആൻറ്റി. അച്ഛൻ്റെ മക്കൾ, അവരെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ, ഭാര്യ, 2 മക്കള്. മൂത്ത മോള് ബികോമാണ്. മോളുടെ ഹസ്ബൻഡ്, മോളുടെ പേര് സിസി, ഹസ്ബൻഡ് ഫിജി. തൃശ്ശൂർക്കാരാണ്, പക്ഷേ പൂന സെറ്റിൽഡ് ആയിരുന്നു. ഇപ്പം ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഹസ്ബൻഡ് എൻ്റെ ഫാദർ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റ്, ബ്രിട്ടീഷ് കമ്പനിയുടെ മാനേജറായിരുന്നു. സ്കൂട്ടർ ആക്സിഡൻറ്റ് മരിച്ചു പോയി. മദറും എനിക്കൊരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ UK-ലാണ്. മദർ ഇപ്പം UK അബുദാബിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അവർക്ക് 2 മക്കള്. ജോനതൻ ക്രിക്കറ്റ് കളിക്കാരനാണ്, സ്റ്റേറ്റ് ക്ലബിലെ മെമ്പറാണ്, കോച്ചാണ്, കളിക്കുന്നുണ്ട്. മോള് ഹന ബികോം കഴിഞ്ഞിട്ട് ഇപ്പം CA സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് മോളുടെ കുടുംബം. പിന്നെ രണ്ടാമത് മോന് സിബി, വൈഫ് ലിജി, മോന് MSc കമ്പ്യൂട്ടർ, മോള് MBA MCOM. മക്കള് ലൂക്കാസ്, ലോയിസ്, KG ആൻഡ് ക്ലാസ് 2. മോടെ വീട് വഴുവാടി മാവേലിക്കര. അവർ 2 സിസ്റ്റേഴ്സാണ്. ഒരാൾ അയർലൻഡിൽ, ഫാദർമാർ മാത്രമേ നാട്ടിലുള്ളൂ. വെരി ഗുഡ്. അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കേട്ടാൽ വളരെ സന്തോഷം. അച്ഛാ, ദൈവസഭ അല്ലെങ്കിൽ ചേർച്ച് എന്നതിനെക്കുറിച്ച് അച്ഛൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ദൈവസഭ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെയിം സേക്ക്, ചർച്ച് ഓഫ് ഗോഡ്. അല്ല, ഞാൻ സംഘടനകളെ കുറിച്ചല്ല, ഞാൻ പറഞ്ഞത് അത് നമ്മൾ ഒരാളങ്ങ് എടുത്തു പ്രസന്റ് ചെയ്യുന്നല്ലാതെ സഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടം. വെരി ഗുഡ്. മനസ്സിലായി? സഭയുടെ ആവശ്യമെന്ന് പറയുന്നത് വെരി സിമ്പിളാ.
നാടൻ ഭാഷ പറഞ്ഞാൽ എൻ്റെ കുറവ് തീർക്കുന്ന സ്ഥലം, എന്നെ ബലപ്പെടുത്തുന്ന സ്ഥലം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും, ഞാൻ വിശുദ്ധനായിട്ട് ദൈവം എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. പക്ഷെ ഞാൻ ഒരു പ്രയാസം വരുമ്പോഴത്തെ ആരാ ഉള്ളത്? ആരെയാ വിളിക്കണ്ടേ? അതെ. സഭയിലൊരു സാക്ഷി പറയുമ്പോഴത്തേക്ക് എല്ലാവരും വരും, എന്തുവാ, ഏതാ, എങ്ങനാ. അത് നടക്കുന്നില്ലെങ്കിൽ സഭയല്ല. സഭ എന്ന് പറയുന്നത് ഇത് വെരി സിമ്പിൾ, ഫെലോഷിപ്പ്. അന്നേരം നമുക്ക് ഈ ചർച്ച് ഫോർ ഇന്ത്യ ദുബായ് സഭയുടെ ആ സഭയുടെ പിന്നിലുള്ള ആ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇതുപോലൊരു വ്യക്തമായ ദർശനവും കാഴ്ചപ്പാടും അച്ഛൻ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. തീർച്ചയായും. ആ ദർശനത്തിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ കുറേയേറെ ബുദ്ധിമുട്ടുകളും ആളുകളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഒരുപക്ഷെ സാമ്പത്തികം നമുക്ക് ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിലും നമുക്കന്ന് വണ്ടികൾ അധികമില്ല. അവരെ കൊണ്ടുവരുന്നതിനൊക്കെ ഒത്തിരി ത്യാഗം സഹിച്ച ഒരനുഭവം ഉണ്ടായിരുന്നിരിക്കണം. അപ്പം അച്ഛനായിരുന്നാലും മകനായിരുന്നാലും ആൻറ്റിക്കായിരുന്നാലും ആ കൂടെ പ്രവർത്തിച്ചവർക്കായിരുന്നാലും ഒരനുഭവം ഉണ്ടാവണം. പക്ഷെ ഇങ്ങനൊരു സഭ ഇവിടെ ഉടലെടുക്കുമ്പോൾ അതിന് ആരംഭകാല രീതിയിൽ പ്രവർത്തിച്ച ഒരു പാസ്റ്റർ ഉണ്ടാവണമല്ലോ. അതിന് ആരെയാണ് അച്ഛൻ? ആ പാസ്റ്റർ ആരായിരുന്നു? ഈ നമ്മുടെ ഇത് ചർച്ച് 2005 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജോയി എബ്രഹാം, ഞാൻ ബോംബെയിൽ വേലയ്ക്ക് വേണ്ടി ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഞാൻ പണിത് പുള്ളിയെ ഏൽപ്പിച്ചു. ഓക്കെ. അവിടെ ഈ BJPയുടെ പ്രശ്നം വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് വേല അങ്ങോട്ട് വിശാലമാകുന്നില്ല. അപ്പം ഞാൻ വെച്ച് പുള്ളിയെ കൊണ്ടുവന്നാൽ മതി, പുള്ളി പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് പുള്ളിയെ കൊണ്ടുവന്നിടത്ത് വൈഫ് പറഞ്ഞു എനിക്ക് തന്നെ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വൈഫിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് വൈഫും 3 പിള്ളേരും കൂടെ ഞങ്ങളുടെ 2 ബെഡ്റൂം ഫ്ലാറ്റിലെ ഒരു മുറിക്കകത്ത് അവർ താമസിച്ചാണ്. ഓക്കെ. 1 വർഷം പ്രവർത്തിച്ചത്. പിന്നാണ് അവർ വേറെ താമസിച്ചത്. ഓക്കെ. ജോയ് ഇബ്രാഹിം പാസ്റ്റർക്ക് ശേഷം അടുത്ത് വന്നത് ഫിന്നി പാസ്റ്റർ ആയിരുന്നു അല്ലേ? ഫിന്നി പാസ്റ്റർ എനിക്ക് തോന്നുന്നു ഈ സഭയുടെ ഒരു മേജർ പാർട്ടും പിന്നെ ഫിന്നി പാസ്റ്റർ ആയിരുന്നു ലീഡ് ചെയ്തത്. കറക്റ്റ്. അപ്പം അങ്ങനെ ഒരു ഫിന്നി പാസ്റ്റർ കൊണ്ടുവരുന്നു, സഭ വലുതാകുന്നു, കൃപയാൽ കുറേയേറെ എക്സ്റ്റൻഷനൊക്കെ സംഭവിക്കുന്നു. അവിടെയെല്ലാം അച്ഛൻ്റെ കൈത്താങ്ങൽ, ആൻറ്റിയുടെ കൈത്താങ്ങൽ ഈ സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ വരുന്നു, പാസ്റ്റാറ്റ് വരുന്നു. അപ്പം ഇത്രയും കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് 20 വർഷങ്ങൾ കഴിയുമ്പോൾ അച്ഛൻ്റെ ദർശനത്തിൻ്റെ ആ സാക്ഷാത്കാരം സഭയിൽ എങ്ങനെയാണ് വെളിപ്പെട്ടിരിക്കുന്നത്? വണ്ടർഫുൾ. ഓക്കെ. അതിനൊരു സംശയമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചിന്തിക്കുന്നോ അത് നടക്കും. ആത്മീയ ഉത്തേജനമെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ പൗലോസിനെ പോലാണ്. യൂദായ്ക്ക് പകരമായിട്ട് ഞാൻ പറയുന്നത് പൗലോസിനെയാണ് യേശു വിളിച്ചത്. അദ്ദേഹം നടന്നാണ് യൂറോപ്പ് മുഴുവന്, അല്ലെങ്കിൽ അറബ് കൺട്രീസ് സുവിശേഷം വരുന്നത്. അതെ. ആ ഒരു ചിന്താഭാരമാണ് നമ്മളെല്ലാവരും വരികേണ്ടത്. വെരി ഗുഡ്. ഈസിയായിട്ട് നടക്കും. സുവിശേഷത്തിൻ്റെ ഭാരം എപ്പോഴും നമുക്ക് പ്രചോദനം തരും, ഉറപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൗലോസിന് കിട്ടിയ സുവിശേഷത്തിൻ്റെ ദർശനം ആഴമായിരുന്നു. നിശ്ചയമായി ഞാൻ ആരംഭത്തിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ദൈവം ഒരു മിനിസ്ട്രി ആരംഭിക്കുമ്പോൾ ദൈവം എപ്പോഴും തേടുന്ന ഒരു മനുഷ്യനെയാണ്. കറക്റ്റ്. എനിക്കിന്ന് ഈ സഭയുടെ പാസ്റ്റായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അച്ഛനെ ആൻറ്റിയും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം നിങ്ങൾ തന്നിരിക്കുന്ന ദർശനം, അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ 2025 ചർച്ച് ഫോർ ഇന്ത്യ ദുബായ് സഭ. കറക്റ്റ്. ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് രണ്ടോടും ചോദിക്കുകയാണ്, ഇനിയൊരു തലമുറ, കാരണം ഈ തലമുറ വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ പറയപ്പെടുന്നത്. മുഴു ലോകത്തിലും കാണപ്പെടുന്ന ഒരു വലിയ പ്രവണത, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നാട്ടിലൊക്കെ ചെന്ന് നോക്കിയാൽ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ഈ തലമുറയ്ക്ക് ഈ ദർശനത്തെ പങ്കുവെക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ നമുക്ക് മോൾഡ് ചെയ്യുന്നതിന് വേണ്ടി
അച്ഛൻ്റെ ആ കാഴ്ചപ്പാട് എങ്ങനെയാണ് അവരിലേക്ക് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുന്നത്? ഇപ്പം തലമുറയെ മോൾഡ് ചെയ്യണമെങ്കിൽ ഉം. പേരൻസ് മുന്നേ നിൽക്കണം, അല്ല നടക്കത്തില്ല. ഓക്കെ. കാരണം അവരുടെ സപ്പോർട്ട് ഇല്ലാതെ പിള്ളേർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉം. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും അവരുടെ ബാക്ക് സപ്പോർട്ട് വേണം. ഉം. ഉം. അവരെ ആദ്യം ഉത്തേജിപ്പിക്കണം. പാരൻസിലൂടെ കുട്ടികളിലേക്ക് എത്തുക. യെസ്, അല്ലാതെ വരില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തലമുറയെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസിന് ആദ്യം യെസ്, ഒരു അവയർനെസ് ഉണ്ടാകണം എല്ലാ ഇടങ്ങളിലും. നോ ഡൗട്ട്. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. അതായത് നമ്മൾ ഈ തലമുറയെ മോൾഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള യുവജനതയ്ക്ക്, നമ്മുടെ സഭയിൽ തന്നെ മെജോറിറ്റി യുവജനങ്ങളാണ്, ഈ യുവജനങ്ങൾക്ക് കൈമാറാൻ പറ്റിയ മെസ്സേജ് എന്താണ്? വളരെ സിമ്പിളാണ്. റീഡ് ദ ബൈബിൾ. ഓക്കെ. ബൈബിൾ റീഡ് ചെയ്യുക എന്നുള്ളതല്ല, ബൈബിൾ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ തന്നെ എനിക്ക് ഇത്രയും കെട്ട് പേപ്പറുണ്ട്, ഞാൻ പഠിച്ചതാണ്. ഇപ്പം നാട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് ഇത്രയും കെട്ടുണ്ട്. എൻ്റെ ബൈബിള് ലോസ്റ്റ് ആയപ്പോഴേ, വണ്ടി വിറ്റപ്പോൾ പോയപ്പോഴേ, ഞാനിപ്പോൾ രണ്ടാമതിപ്പം സ്റ്റാർട്ട് ചെയ്തിപ്പം യെരമ്യാവ് വന്നിരിക്കുക. അച്ഛൻ ബൈബിൾ വായിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കുക, നോട്ടുകളും കുറിക്കുന്നുണ്ട്. വെരി ഗുഡ്, നല്ലൊരു ശീലമാണത്. അപ്പം അതിനുള്ള ബന്ധത്തിൽ യുവജനങ്ങളോട് പറയാനുള്ളത് റീഡ് ദ ബൈബിൾ. ബൈബിൾ വായിക്കുക എന്നുള്ളതല്ല, ബൈബിൾ പഠിക്കുക. അതിനപ്പുറത്ത് എന്ത് മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും? അവരെ ദൈവസനിൽ ഉറപ്പിച്ച് നിർത്താനും അവർക്ക് ദൈവിക ദർശനങ്ങൾ ഒന്ന് പങ്കുവെക്കാനും പറ്റുന്ന. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞത്. നിശ്ചയമായിട്ടും സഹിക്കണം. 2, ദൈവത്തിന് വേണ്ടിയ ഭക്തന്മാരെയാണ് വേണ്ടിയത്. മനസ്സിലായില്ലേ? ദൈവമെന്ന് വിളിക്കുന്ന കള്ളനെയല്ല വേണ്ടിയത്. കള്ളനും രാത്രിയിൽ കക്കാൻ പോകുമ്പോൾ പറയും, കർത്താവ് എന്നെ ആരും പിടിക്കല്ലേ എന്ന് പറഞ്ഞോണ്ടാ പുള്ളി. മനസ്സിലായില്ലേ? ഈ നീണ്ട 52 വർഷങ്ങൾ കൊണ്ട് നിരവധി കാര്യങ്ങൾ അച്ഛന് പറയാനുണ്ടെങ്കിലും നമ്മൾ ചുരുക്കി പറഞ്ഞത് 2005 പ്രധാനമായും ആരംഭിച്ച ആ ദർശനത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച ചർച്ച് ഓഫ് ഇന്ത്യ ദുബായ് സഭയെ കുറിച്ചായിരുന്നു. പിന്തിരിഞ്ഞ് ഈ 20 വർഷം, അതായത് 2005 ആരംഭിച്ചതിന് ശേഷം 20 വർഷം ചിന്തിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ നന്ദി പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളുണ്ട് നമുക്ക്, അല്ലേ? ഒരു ചെറിയ കൂട്ടമായിട്ടാണ്, ഒരു പക്ഷേ ഒരു കുടുംബമായിട്ടാണ് 2005 നിങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് നമുക്ക് ഏതാണ്ട് 200-ലധികം പേര് ഉള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയായത് മാറി.